ഹലോ നമസ്കാരം. ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. എപ്പിസോഡ് നമ്പർ 7 പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ദ പാത്തോജൻ, നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്, റൈറ്റ് വൺ സിംറ്റം. നിങ്ങൾക്ക് ഒരു പാത്തോജൻ്റെ ഒരു സ്ലൈഡോ അല്ലെങ്കിൽ ഒരു ഇമേജോ തന്നിട്ടുണ്ടോ, പിക്ചറോ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ പാത്തോജനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുണ്ടാക്കുന്ന ഡിസീസ് ഏതാണെന്ന് എഴുതുക, എന്നിട്ട് അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം എഴുതുക. ഈ താഴെ കാണുന്ന ബോക്സിനകത്തുള്ള ഏതെങ്കിലും ഒരു പാത്തോജൻ ആയിരിക്കാം ചോദിക്കാം. ഒന്നുകിൽ റൗണ്ട് വേം എന്ന് പറയുന്ന അസ്കാരിസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻഡമീബ ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്മോഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ റിംഗ് വേമിന് കാരണമാകുന്ന പാത്തോജനുകളായിരിക്കാം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്തോജൻ്റെ സ്ലൈഡുകൾ മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചർ വെക്കാം. ആ പിക്ചർ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതാണ് ആ പാത്തോജൻ എന്നുള്ളത്, ആ പാത്തോജൻ്റെ പേരെന്താന്നുള്ളത്, അതുണ്ടാക്കുന്ന പാത്തോജൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പാത്തോജൻ ഉണ്ടാക്കുന്ന ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ഒരു ലക്ഷണം. ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് 3 ചോദ്യങ്ങളുണ്ട് അല്ലേ. ആദ്യത്തെ ചോദ്യം ഐഡൻറ്റിഫിക്കേഷൻ, അതിന് അരമാർക്കാണ്. ഏതാണ് ഡിസീസ് എഴുതാൻ അരമാർക്കാണ്. നോക്കൂ മക്കളെ, സിംറ്റം ഒരു ലക്ഷണം എഴുതാൻ 1 മാർക്കാണ്. അങ്ങനെ മൊത്തം 2 മാർക്കിനകത്തുണ്ട്. അപ്പോൾ ഒരിക്കലും മറക്കരുത്, സിംറ്റം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഓരോ പാത്തോജനിലേക്ക് കടക്കാം. ഏതാണ് പാത്തോജൻ നിങ്ങൾ പറയൂ, ഏതാണ് പാത്തോജൻ? നമുക്കറിയാം അല്ലേ, അസ്കാരിസ്, അതായത് റൗണ്ട് വേം ആണ് പാത്തോജൻ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഇതുണ്ടാക്കുന്ന അസുഖത്തെക്കുറിച്ച് പഠിക്കണം, ഇതിൻ്റെ സിംറ്റം ഏതാണെന്ന് പഠിക്കണം. ഓക്കെ, നമുക്ക് ഡീൽ ചെയ്യാം. അപ്പം പാത്തോജൻ്റെ പേര്, ഡിസീസസിൻ്റെ പേര് അസ്കാരിയാസിസ് എന്ന് പറയും. പാത്തോജൻ്റെ പേര് അസ്കാരിസ് അല്ലെങ്കിൽ റൗണ്ട് വേം. ഡിസീസിൻ്റെ പേര് അസ്കാരിയാസിസ് എന്ന് എഴുതുക. സിംറ്റം ഏതെങ്കിലും ഒരു സിംറ്റം പഠിച്ചാൽ മതി. ഇൻറ്റേർണൽ ബ്ലീഡിങ്, ആന്തര രക്തസ്രാവം ഉണ്ടാകാം. മസ്കുലാർ പെയിൻ, മസിലിന് വേദന വരാം. ഫീവർ, പനി വരാം. അനീമിയ, വിളർച്ച സംഭവിക്കാം. ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ്, ഇൻറ്റസ്റ്റൈനൽ പാസേജ് പറഞ്ഞാൽ കുടലിനകത്ത് ബ്ലോക്ക് വരെ സംഭവിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റം പഠിക്കുക. എന്താ പാത്തോജൻ്റെ പേരെന്താ? അസ്കാരിസ്. അസുഖത്തിൻ്റെ പേരെന്താ? അസ്കാരിയാസിസ്. സിംറ്റം എന്താണ്? ഇൻറ്റേർണൽ ബ്ലീഡിങ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ, ബ്ലോക്കേജ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാസേജ്. ഭയങ്കര ഈസി അല്ലേ? അതെ. അപ്പോൾ സിംറ്റത്തിന് 1 മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക, പാത്തോജൻ ഐഡൻറ്റിഫൈ ചെയ്താൽ അര മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഡിസീസിന് അര മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ 2 മാർക്കാണ് ഇതിനകത്ത് ഉള്ളത്. ഇനി ഇതേതാ പാത്തോജൻ പറയൂ? അതെ, ഈ പാത്തോജൻ്റെ പേരെന്താണ്? എൻഡമീബ ആണ് അല്ലേ. എൻഡമീബ എന്ന് പറയുന്ന പാത്തോജനാണിത്. എൻഡമീബ എന്ന് പറയുന്ന പാത്തോജൻ ഐഡൻറ്റിഫൈ ചെയ്തു. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, സ്പെല്ലിംഗ് തെറ്റുണ്ട് ഇവിടെ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നാണ്. ജീനസും സ്പീഷീസും എഴുതുമ്പോൾ അടിവരടാൻ മറക്കരുത്. അപ്പോൾ പാത്തോജൻ പഠിച്ചു, എൻഡമീബ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. എന്താ ഡിസീസിൻ്റെ പേര്? അമീബിയാസിസ് എന്ന് പറയും. വയറുകടി എന്ന് പറയും. വേറെ പേര് അമീബിക് ഡിസെൻട്രി എന്ന് പറയും. എന്താ സിംറ്റം? കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അപ്പി പോവാത്ത അവസ്ഥ വരും. അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും. ക്രാമ്പ്, വേദനകൾ ഉണ്ടായിരിക്കും. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റൂള് കസേര മേശല. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ മലത്തിനകത്ത് എക്സസ് മ്യൂക്കസ് ഉണ്ടായിരിക്കും. രക്തത്തിൻ്റെ ചെറിയ ചെറിയ കട്ടകളും കാണാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സിംറ്റം. നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ ഇതേ സാധനം പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പാത്തോജൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ് പാത്തോജൻ? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, അരമാർക്ക് ലഭിച്ചു. ഡിസീസ് ഏതാണ്? അമീബിയാസിസ്, വയറുകടി എന്ന് പറയുന്ന അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖം. സിംറ്റം എന്താണ്? കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, ക്രാമ്പ് ഉണ്ട്. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ മലത്തിനകത്ത് അത് മ്യൂക്കസുകളും കാണാം, എന്തും കാണാം, ബ്ലഡ് ക്ലോട്ടും കാണാം. എളുപ്പമല്ലേ? അപ്പോൾ എൻഡമീബ എന്താന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതേതാണ് പാത്തോജൻ എന്ന് പറയൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ചിത്രങ്ങളായിരിക്കണം എന്നില്ല നിങ്ങളുടെ സ്കൂളിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ കാണിക്കുന്ന പിക്ചറുകൾ ഏതാണെന്നുള്ളത് നിർബന്ധമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ,
അപ്പോൾ ഇത് ഏതാണ്? പ്ലാസ്മോഡിയമാണ്. എന്ത്? പ്ലാസ്മോഡിയം. ഇങ്ങനെ ലാബിലിംഗ് ഒന്നും എക്സാമിന് കാണില്ല. അപ്പോൾ ഇത് പ്ലാസ്മോഡിയാണ്. നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലാസ്മോഡിയം 3 ടൈപ്പ് ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏതാണ്? പാത്തോജൻ്റെ പേര് പ്ലാസ്മോഡിയമാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാസ്മോഡിയത്തിൻ്റെ പേര് പഠിക്കുക. പ്ലാസ്മോഡിയം വൈവാക്സോ, പ്ലാസ്മോഡിയം മലേറിയോ, പ്ലാസ്മോഡിയം ഫാൽസിപാരമോ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഒന്നുകിൽ പ്ലാസ്മോഡിയം വൈവാക്സ്, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം മലേറിയ, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഈ ഫാൽസിപാരം ഫെയ്റ്റലാണ്, നമുക്കറിയാം, മരണത്തിന് വരെ കാരണമാകുന്നതാണ്. ഈ അസുഖത്തിന്റെ പേരെന്താ? മലേറിയ, മലമ്പനി അല്ലെ? സിംറ്റം എന്താണ്? ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്താണ്? റക്കറന്റ് ഫീവർ, ഇടക്കിടക്കുള്ള പനി, ചിൽ, വിരലോട് കൂടിയ പണി, മസ്കുലാർ പെയിൻ ഉണ്ടാവും, അനീമിയ ആയിരിക്കും. ഈ റക്കറന്റ് ഫീവറിന് കാരണം എന്താ? ഈവൻ RBCനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായി RBC പൊട്ടുമ്പോൾ ഒരു കെമിക്കൽ റിലീസ് ചെയ്യും അല്ലേ? ആ കെമിക്കലിൻ്റെ പേരാണ് ഹീമോസോയിൻ. ആ ഹീമോസോയിനാണ് ഇടക്കിടക്കുള്ള റക്കറന്റ് ഫീവറിന് കാരണം എന്നുള്ള കാര്യം ഇടക്കാലോചിക്കുക. അപ്പോൾ പാത്തോജൻ ഐഡന്റിഫൈ ചെയ്യുക. പ്ലാസ്മോഡിയം വൈവാക്സ്, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം മലേറിയ, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഡിസീസസിന്റെ പേരെന്താണ്? മലേറിയ, മലമ്പനിയാണ്. എന്താ സിംറ്റം? റക്കറന്റ് ഫീവർ, ചില്ല്, മസ്കുലാർ പെയിൻ, അനീമിയ. ഏതെങ്കിലും ഒരു സിംറ്റം പഠിക്കുക, ഏതെങ്കിലും ഒരു പാത്തോജന്റെ പേര് പഠിക്കുക, ഡിസീസ് പഠിക്കുക. വെറുതെ ഫുൾ സ്കോർ വാങ്ങിക്കുക. ഓക്കെ. ഇനി അടുത്ത ചിത്രം നോക്കൂ. ഇത് ഏതാണ് പാത്തോജൻ? നിങ്ങൾ പറയൂ. പാത്തോജൻ്റെ പേര് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ട്രൈക്കോഫൈറ്റോൺ എന്ന് പറയുന്ന പാത്തോജനാണ് ഇത്. ഇത് മൈക്രോസ്പോർ എന്ന് പറയുന്ന പാത്തോജനാണ്. ഇത് എപ്പിഡെർമോഫൈറ്റോൺ എന്ന് പറയുന്ന പാത്തോജനാണ്. ഇത് ഏത് അസുഖമാണ് ഉണ്ടാക്കുക? നമുക്കറിയാം, ഇവരുണ്ടാക്കുന്ന അസുഖത്തിൻ്റെ പേരാണ് റിംഗ് വേം, അതായത് വട്ടച്ചൊറി എന്ന് പറയുന്ന അസുഖം. വട്ടച്ചൊറി, ഉത്തരം അതിൽ തന്നെയുണ്ട്, റിംഗ് വേം ആണ്. ഡിസീസിൻ്റെ ഡിസീസിൻ്റെ പേര് റിംഗ് വേം. പാത്തോജൻ്റെ പേര് ഒന്നെങ്കിൽ മൈക്രോസ്പോറോ, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ. അപ്പം നിങ്ങൾ ഏതാണോ നിങ്ങളുടെ പ്രാക്ടിക്കലി കാണിക്കുന്നത് ആ പാത്തോജന്റെ പേര് എഴുതുക. എന്താ സിംറ്റം? അപ്പിയറൻസ് ഓഫ് ഡ്രൈ സ്കെയിലി ലേഷൻ ഓൺ വാരിയസ് പാർട്സ് ഓഫ് ദ ബോഡി സച്ച് ആസ് സ്കിൻ, നെയിൽ ആൻഡ് സ്കാൽപ്പ്. സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തലയോട്ടി, നെയിൽ നഖം, സ്കിൻ നഖത്തിലൊക്കെ സ്കിൻ എന്ത് ചെയ്യും? ഡ്രൈ ആയി പോയി സ്കെയിലി ലേഷൻസ് ഉണ്ടായിരിക്കുക. പോരാത്തതിന് അവിടെ തീവ്രമായ ഇൻറ്റൻസ് ഇച്ചിങ്, തീവ്രമായ ചൊറിച്ചിലുണ്ടാവും. മെയിൻ ആയിട്ടുള്ള ലക്ഷണം ഇതാണ്, ഇൻറ്റൻസ് ഇച്ചിങ് എന്ന് പഠിച്ചാൽ മതി, നല്ല ചൊറിച്ചിൽ. ഇതിന്റെ പേരെന്താണ്? വട്ടച്ചൊറി, വട്ടത്തിലുള്ള ചൊറി അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. പാത്തോജന്റെ പേര് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോഫൈറ്റോൺ. ഇതിലേതാണ് കാണിക്കുന്നത് അതിനനുസരിച്ച് പഠിക്കുക. പിന്നെ ഡിസീസസ് ഏതാണ്? റിംഗ് വേം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഏതെന്ന് പറയുന്നത് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, ഒന്ന് നോക്കൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 8ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പാത്തോജൻ, നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്, റൈറ്റ് വൺ സിംറ്റം. അപ്പോൾ അസ്കാരിസ് ചോദിക്കാം, എൻഡമീബ ചോദിക്കാം, പ്ലാസ്മോഡിയ ചോദിക്കാം, പിന്നെ റിംഗ് വേമിന് കാരണമാകുന്ന ഏതെങ്കിലും പാത്തോജൻ ചോദിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇതാണ്, പാത്തോജൻ ഐഡന്റിഫൈ ചെയ്താൽ അരമാർക്കാണ്, ഡിസീസിന് അരമാർക്കാണ്, സിംറ്റമിന് 1 മാർക്കാണ്, അങ്ങനെ മൊത്തം 2 മാർക്കാണ്. ക്ലിയർ ആയല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 8ാമത്തെ ക്വസ്റ്റ്യന് ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളല്ല സെലക്ട് ചെയ്യുക, വരുന്ന അധ്യാപകനാണ് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളോട് ഈ പാത്തോജൻ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഹോമോലോഗസ് ഓർഗനോ അനലോഗസ് ഓർഗനോ ആയിരിക്കും ചോദിക്കുക. ചിത്രം നോക്കൂ. 8ാമത്തെ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻ ഫ്രം ദ ഗിവൺ പിക്ചർ. നിങ്ങൾക്ക് ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഹോമോലോഗസ് ഓർഗൻ ആണോ അനലോഗസ് ഓർഗൻ ആണോ എന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിന് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് കണ്ടെത്തുക. നമ്മുടെ സിലബസ് പ്രകാരം വെർട്ടിബ്രേറ്റിന്റെ ഹാർട്ട് ചോദിക്കാം, വെർട്ടിബ്രേറ്റിന്റെ ബ്രെയിൻ ചോദിക്കാം, അല്ലെങ്കിൽ 4 limb ഓഫ് വെയിൽ, 4 limb ഓഫ് ചീറ്റ, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. എന്നിട്ട് അത് ഹോമോലോഗസ് ആണോ അനലോഗസ് ആണോ, ചിലപ്പോൾ രണ്ടും ചോദിക്കും. എന്നിട്ട് ഹോമോലോഗസ് ആണോ അനലോഗസ് ഓർഗൻ ആണോ, അതിന് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ചോദിക്കും. അപ്പോൾ ഇത് ഹോമോലോഗസ് ആണോ അനലോഗസ് ഓർഗൻ ആണോ കണ്ടെത്തി കഴിഞ്ഞാൽ 1 മാർക്കാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും അതിന് എവല്യൂഷണറി ഇമ്പോർട്ടൻസും എഴുതി കഴിഞ്ഞാൽ 1 മാർക്കാണ്. അങ്ങനെ മൊത്തം 2 മാർക്കാണ്. നമുക്ക് ചിത്രത്തിലേക്ക് കടക്കാം. നോക്കൂ, ചിത്രത്തിലേക്ക് കടക്കാം. ഇത് ഹോമോലോഗസ് ഓർഗൻ ആണ്, വെർട്ടിബ്രേറ്റിന്റെ ഹാർട്ട്. ഇത് വെർട്ടിബ്രേറ്റിന്റെ ബ്രെയിൻ, ഹോമോലോഗസ് ഓർഗൻ ആണ്.
ക്ലിയർ ആവുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരിക. ആദ്യത്തെ ചിത്രം നോക്കൂ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം തന്നെയാണ് അല്ലേ. ഇത് മൊത്തം ഹോമോലോഗസ് ഓർഗൻ ആണ്, ഇതെന്താണ് അനലോഗസ് ഓർഗൻ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ പാത്തോജന് പകരം ഇതായിരിക്കും തരിക. ഹോമോലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ, 2 ചിത്രങ്ങളും തന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ചിത്രം എ എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ്, ചിത്രം ബി എന്ന് പറഞ്ഞാൽ അനലോഗസ്, അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഇത് എ ആയിരിക്കാം, ഇത് ബി ആയിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്നിട്ട് ഇതിനെക്കുറിച്ച് എഴുതാനുണ്ട്. അപ്പോൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, ഹോമോലോഗസ് ഓർഗൻ ആണോ അനലോഗസ് ഓർഗൻ ആണോ, എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുക. എന്താണ് ഹോമോലോഗസ് ഓർഗൻ? വെർട്ടിബ്രേറ്റ് തന്നിരിക്കുന്ന ചിത്രത്തിൽ വെർട്ടിബ്രേറ്റിന്റെ ഹേർട്ട്, വെർട്ടിബ്രേറ്റിന്റെ ബ്രെയിന്, 4 limb ഓഫ് വെയില്, 4 limb ഓഫ് ചീറ്റ, അതൊക്കെ ഹോമോലോഗസ് ഓർഗൻ ആണ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈയും വിങ്സ് ഓഫ് ബേർഡ്സ് ഒക്കെ എന്താണ് അനലോഗസ് ഓർഗൻ ആണ്. എന്താണ് ഹോമോലോഗസ് ഓർഗൻ? ദീസ് ആർ ഹോമോലോഗസ് ഓർഗൻ. ഹോമോലോഗസ് ഓർഗൻസ് ആർ ഓർഗൻസ് ഹാവിംഗ് സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ. ഒരേ സ്ട്രക്ചർ ആണ്, ഒരേ ഒറിജിൻ ആണ്, പക്ഷെ വ്യത്യസ്ത ഫംഗ്ഷൻ ആണ്. ഈ ഓർഗൻ ഡെവലപ്പ് ചെയ്യാൻ കാരണമായ എവല്യൂഷൻ ആണ്, ഡൈവേർജന്റ് എവല്യൂഷൻ. അതാണ് എവല്യൂഷണറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഓർഗൻസ് അറൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ്, ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ. എന്നാൽ അനലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ഓർഗൻ ഹാവിംഗ് ഡിഫറെന്റ് സ്ട്രക്ചർ ബട്ട് സെയിം ഫംഗ്ഷൻ. സെയിം ഫംഗ്ഷൻ ആണ്. അങ്ങനത്തെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അപ്പൊ നിങ്ങളോട് എന്ത് ചോദിക്കും? ഇത് ചോദിക്കും. എങ്ങനെ ചോദിക്കുക? ഇങ്ങോട്ട് നോക്കൂ, ഇത് തന്നിട്ട് ചോദിക്കും ഇതെന്താണ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയാ ഹോമോലോഗസ് ഓർഗൻ ആണ്. ഇതെന്താന്ന് ചോദിക്കും, അനലോഗസ് ഓർഗൻ ആണ്. അതിന്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹോമോലോഗസ് ഓർഗൻസ്? ചെയ്ത ഓർഗൻസ് ഹാവിംഗ് സെയിം സ്ട്രക്ചർ ആൻഡ് സെയിം ഒറിജിൻ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ. സച്ച് ഓർഗൻസ് ആർ അറൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. അനലോഗസ് ഓർഗൻ ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് കൺവേർജന്റ് എവല്യൂഷൻ. എന്താണ് ഹോമോലോഗസ് ഓർഗൻ? എഴുതുക, ഓർഗൻസ് ഹാവിംഗ് സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ. ബട്ട് ഇവിടെയോ ഓർഗൻസ് ഹാവിംഗ് ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് സെയിം ഫംഗ്ഷൻ ആണ്. അനലോഗസ് ഓർഗൻ ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? കൺവേർജന്റ് എവല്യൂഷൻ ആണ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്ക് വെറുതെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ലെസൺ അവസാനിക്കുകയാണ്. മാർച്ച് 2025 നമുക്ക് വരാൻ പോകുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ അടുത്ത ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനും അടുത്ത എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ, ബൈ.